വിരുന്നിൽ അതിഥിയായി ഡിവൈഎസ്പി. ആലപ്പുഴ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവും സംഘവുമാണ് വിരുന്നിൽ പങ്കെടുത്തത്. തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവാണ് അങ്കമാലിയിലെ വീട്ടിൽ പോലീസുകാരെ സൽക്കരിച്ചത്. അങ്കമാലി SI റെയ്ഡിനെത്തിയപ്പോൾ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിനീത വീജ് ചേരുന്നുണ്ട്. വിനീത, ക്രമസമാധാന നില പാലിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിനെത്തുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ക്രൈംബ്രാഞ്ച് ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബു ആണ്. MG സാബു 3 പോലീസുകാരുമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തമ്മനത്തെ ഫൈസലിന്റെ വീട്ടിൽ, ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ ഈ വിരുന്നിന് എത്തിയിരുന്നത്. ഇവർ 3 പേരും ടൂറിലായിരുന്നു. ടൂർ കഴിഞ്ഞ് ഗുണ്ടൂരിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിൽ തന്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടെന്നും അദ്ദേഹത്തെ കാണണമെന്നും പറഞ്ഞാണ് ഈ ഡിവൈഎസ്പി 3 പോലീസുകാരെയും കൂട്ടി ആ വീട്ടിലേക്ക് എത്തിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി അങ്കമാലിയിൽ സമാന രീതിയിൽ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ റെയ്ഡും പരിശോധനകളും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഈ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ ചിലർ എത്തിയിരിക്കുന്നു എന്ന വിവരം പോലീസിന് ലഭ്യമാവുകയും തുടർന്ന് അങ്കമാലി SIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. അന്വേഷണ സംഘം എത്തുമ്പോഴാണ് ഈ ആലപ്പുഴ ഡിവൈഎസ്പിയും മറ്റു 3 പോലീസുകാരുമാണ് ഈ ഗുണ്ട ഒരുക്കിയ വിരുന്നിൽ പങ്കുചേരാനായി അവിടെ എത്തിയിരുന്നത്. ഈ SIയെ കണ്ടുടൻ തന്നെ ഈ ഡിവൈഎസ്പി ശുചിമുറിയിലേക്ക് ഓടി മാറുകയാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ അങ്കമാലി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സാബു റിട്ടയർഡ് ആവാൻ, MG സാബു ഡിവൈഎസ്പി റിട്ടയർഡ് ആവാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ കൊച്ചി നഗരത്തിലേക്ക് ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന ഗുണ്ടാക്രമണങ്ങൾ തടയാൻ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും നടപടിയും എടുക്കുമെന്ന് പോലീസ് തുടരെ പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ തന്നെ, അതും ഡിവൈഎസ്പി തലത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മറ്റു 3 പോലീസുകാരും വിരുന്നിനെത്തിയിരിക്കുന്നത്. ഈ വിവരം എന്താണെങ്കിലും ഈ അങ്കമാലിയിലെ പോലീസുകാർ അവരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒപ്പം പോയ MG സാബുവിനൊപ്പം പോയ 2 പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഈ ഡിവൈഎസ്പിക്ക് എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. അന്മരിയ, ശരി. സംഭവത്തിൽ 2 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഡിവൈഎസ്പി സാബു, 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഡിവൈഎസ്പി സാബു നേരത്തെ വകുപ്പ് തല നടപടി നേരിട്ടയാളാണ്. വിരമിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഡിവൈഎസ്പി ഗുണ്ടാ സൽക്കാരത്തിന് പോയത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, മറ്റു 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ ഡിവൈഎസ്പിക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ആൻമരിയ, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് മസിനഗുഡിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ്, അവധിയിലിരിക്കെ തിരിച്ചു വരുന്ന സമയത്താണ് ആലപ്പുഴ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവും ആലപ്പുഴ ജില്ലയിലെ 2 പോലീസുകാരെന്നാണ് നിലവിൽ ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥർ ആലപ്പുഴ ജില്ലയിലെ ആയിരിക്കത്തില്ല, അത് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. നിലവിൽ MG സാബുവിനൊപ്പം പോയ ഒരു CPO, മറ്റൊരു ഡ്രൈവർ, ഇവരുടെ പേര് വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ഒരു CPOയെയും ഒപ്പം തന്നെ ഒരു പോലീസ് ഡ്രൈവറിനെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുന്നത് ഇത് എറണാകുളം റൂറൽ തലത്തിലായിരിക്കും ഇതിൻ്റെ അന്വേഷണം ഉണ്ടാവുക. റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ച്, അതായത് റിട്ടയർമെൻറ്റ് അടുത്ത മാസം, ഇനി ഏകദേശം 3 ദിവസങ്ങൾ മാത്രമാണ് MG സാബിനുള്ളത്. ആ സമയത്ത് റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടൊരു പാർട്ടിയാണ് തമ്മനം ഫൈസലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അങ്കമാലിയിൽ സംഘടിപ്പിച്ചത്. ആ സമയത്താണ് അവിചാരിതമായി പോലീസ് അവിടെ എത്തുകയും ഡിവൈഎസ്പി ഈ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ള വിവരം പിന്നീട് പോലീസിന് അറിയാൻ സാധിച്ചതും. നേരത്തെയൊക്കെ തന്നെ ഒത്തിരി പരാതികൾ ഈ MG സാബുവിനെതിരെ ഉയർന്നിരുന്നു. നേരത്തെ തട്ടേക്കാട് വിഷയത്തിലടക്കം നടപടി നേരിട്ട ആളാണ്, നേരത്തെ അടക്കം സസ്പെൻഷനിലായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ആലപ്പുഴയിൽ നേരത്തെ ലഹരിക്കടത്ത്, CPIM ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഷാനവാസ് ഉൾപ്പെട്ട ലഹരിക്കടത്ത് കേസിൽ കൂടി അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരിക്കെ അന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലൊക്കെ തന്നെ വലിയ രീതിയിൽ ആ നേതാവിന് അനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കി. ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചോർന്നതിന് പിന്നിലും അന്ന് ഡിവൈഎസ്പി ആയിരുന്ന MG സാബു ആണെന്നുള്ള വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ മധ്യകേരളത്തിലടക്കം വിവിധ ജില്ലകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഈ രീതിയിൽ സംസ്ഥാന സർക്കാർ അടക്കം ഗുണ്ടകൾക്കെതിരെ വലിയ നടപടിയുമായി, ഒരു സ്പെഷ്യൽ ഡ്രൈവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് സംസ്ഥാനത്ത് തന്നെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഈ രീതിയിൽ കൊടും ക്രിമിനലുമായിട്ടുള്ള ഒരാൾക്കൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നു. ഡിവൈഎസ്പിക്ക് വേണ്ടി മാത്രം സംഘടിപ്പിച്ചൊരു പാർട്ടിയാണെന്നാണ്
അറിയാൻ സാധിക്കുന്നത്. അതായത് അടുത്ത ദിവസം റിട്ടയർമെന്റ് ആകുന്നതുകൊണ്ട് റിട്ടയർമെന്റ് പാർട്ടി സംഘടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപും ഈ തമ്മനം ഫൈസലുമായി ബന്ധപ്പെട്ട പല കേസുകളിലൊക്കെ തന്നെ പല ആനുകൂല്യങ്ങളും ഇയാൾക്ക് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുത്തിട്ടുണ്ടാവണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നതാണെങ്കിലും എറണാകുളം റൂറൽ തലത്തിലായിരിക്കും പിന്നെ ഡിവൈഎസ്പിക്ക് ഏത് തരത്തിലുള്ള ക്രമസമാധാന നില പാലിക്കേണ്ട ഒരു ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വിരുന്നിന് പോകുന്നു. അവസാനം റിട്ടയർഡ് ആകാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പണി ചോദിച്ചു മേടിക്കുന്ന ഒരു അവസ്ഥ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.